ഹലോടാ മക്കളെ, അപ്പൊ നാളത്തെ ഹിന്ദി എക്സാമിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക എല്ലാവരും, കറക്റ്റ് അല്ലേ? അപ്പൊ നാളത്തെ ഹിന്ദി എക്സാമിന് ഫുൾ ഗ്രാമർ പോർഷൻ ഫുള്ള് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുറുക്ക് വിദ്യകളുമായിട്ടാണ് സാർ എത്തിയേക്കുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് പരസർഗും പിന്നെ പ്രത്യയ പിന്നെ സർവനാം, ഇതെല്ലാം കേട്ടിട്ടുണ്ട് അല്ലേ? സർവനാമെ പറ്റിയിട്ട് ഇപ്പം ഒരു ഉസ്കെ എന്നുള്ള സാധനം തന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് പറയും സർവനാം കണ്ടുപിടിക്കുക. കേട്ടിട്ടില്ലേ? മാർക്ക് കളഞ്ഞിട്ടില്ലേ? അപ്പൊ ആ ഒരു സംഭവമായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ സർവനാം. അപ്പൊ സർവനാമിനെ പറ്റിയിട്ട് നമുക്ക് അറിയണമെങ്കിൽ അതായത് നമ്മള് ഞാൻ, നീ, അവൻ, അവൾ, അവൻ, ഓക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ? ജസ്റ്റ് ഒരാളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരുത്തനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, പ്രോവേർബ്സ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സംഭവത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർവനാം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് നീ എന്നുള്ളതിന് ഹിന്ദി പറയുന്നതാണ് തു. ഓക്കെ, പിന്നെ ഞാൻ എന്നുള്ളതിന് ഹിന്ദി പറയുന്നതാണ് മേം. ഓക്കെ, നിങ്ങൾ എന്നുള്ളതിന് ഹിന്ദി പറയുന്നതാണ് തും. ഓക്കെ, പിന്നെ ഞങ്ങൾ എന്ന് ഹിന്ദി പറയുന്നതാണ് ഹം. ഓക്കെ, ഇനി താങ്കൾ കുറച്ചുകൂടെ വലുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദി പറയുന്നതാണ് ആപ്പ്. ഓക്കെ, അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ 5 കാര്യത്തില് തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ നമ്മൾ പറയുന്നതാണ് നീ. ഓക്കെ, കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. തു, നീ എന്ന് നമ്മൾ ഹിന്ദി പറയുന്നത് അതിനെ തൂ എന്നാണ്, മലയാളത്തിൽ നമ്മൾ നീ എന്നൊക്കെ വിളിക്കുന്ന പോലെ. ഓക്കെ, ഇനി ഞാൻ എന്നെ ഞാൻ സ്വന്തമായിട്ട് എന്നെ തന്നെ പറയുന്നതാണ് ഞാൻ. ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? നാളെ എക്സാം എഴുതുന്ന സമയത്ത് നമുക്കൊരു സെന്റൻസിന് ഒരു ക്ഷാമം വരത്തില്ല. ഈ സംഭവം ഇപ്പൊ ഇന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാളെ എക്സാം സെന്റൻസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഈ സാധനം നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി തും എന്നുള്ള സാധനം നമ്മൾ പറയുന്നതാണ് നിങ്ങൾ. തുമ്മെന്ന് നമ്മൾ പറയുന്ന കാര്യമാണ് നിങ്ങൾ. ഓക്കെ, ഇനി ഹമ്മെന്ന് പറയുന്നതാണ്. തുമ്മ് നിങ്ങളാണെങ്കിൽ ഹമ്മാരായിരിക്കും, തുമ്മ് നിങ്ങൾ, തു നിങ്ങൾ. ഹമ്മെന്ന് പറയുന്നപ്പോൾ ആരായിരിക്കും? ഞങ്ങൾ. ഓക്കെ, ഞങ്ങൾ. ഓക്കെ, പിന്നെ ഇനി ആപ്പ്, താങ്കൾ ഇച്ചിരി മര്യാദയൊക്കെ കൊടുത്തിട്ട് താങ്കൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും. ഇത് ഈ ഒരു 5 സംഭവത്തിൻ്റെ അകത്ത് വരുന്നതാണ്. നമ്മൾ ഇങ്ങനെ പറയുന്നതിനെയാണ് സർവനാം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, ഇനിയും കുറച്ച് ആൾക്കാരോടുണ്ട്. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ യഹ്, ഇനിയുണ്ട് യഹ്, വഹ്, ഓക്കെ, ഏ, റേസർ, പോട്ടെ ഏക്ക്, റേസർ പോരട്ടെ, ഏ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. യഹ് എന്നുള്ളതിന്റെ സർവനാമാണ്. യഹ് എന്നുള്ളത് നമുക്കറിയാം സർവനാമാണ്. യഹ് എവിടെ. ഓക്കെ, ഇതൊരു സർവനാമാണ്. അപ്പം ഇതിന്റെ മലയാളം വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ, ഇവൾ. ഇവൻ എന്ന് മാത്രമല്ല, ഇവൻ, ഇവൾ, പിന്നെ യത്, യഹ് ഏക്ക് പെൻസിൽ പൗച്ചേ. ഓക്കെ, എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ് ഈ പറയുന്ന യഹ്. ഇനി വഹ് നോക്കാം. വഹ്. ഓക്കെ, വഹ് എന്തായിരിക്കും? പെൻസിലിന് കട്ടി പോരാ സാർ. ഓക്കെ, എന്നാ പെൻസിലിന് കട്ടി തരാം. വഹ് എന്ന് പറയുമ്പോൾ അവൻ, അവൾ, അത് എന്നൊക്കെ പറയുവാണെങ്കിൽ ഇത് വഹിന്റെ അകത്ത് വരുന്ന. ഇനി ഏ എന്ന് പറയുമ്പോൾ ഇവർ, ഇദ്ദേഹം, ഇവ, ഇതെല്ലാം എന്തിൻ്റെ അകത്ത് വരുന്ന? ഏയ്ക്കകത്ത് വരുന്ന. ഇനിയും ലാസ്റ്റ് വൺ വേ. ലാസ്റ്റ് വൺ കഴിഞ്ഞു, സർവനാമം കഴിഞ്ഞു. പോട്ടെ, സർവനാം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മാത്രം കഴിഞ്ഞു. ഓക്കെ, വേ, അവർ, അവൻ, അത്, അവ. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സർവനാമയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നാളെ ഒരു ടെൻഷനും വരത്തില്ല.
ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ പ്രത്യേകം കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് എൻ്റെ എക്സാമ്പിൾ പറയാം. ഓക്കെ, സർവനാം കണ്ടുപിടിച്ച് എഴുതാൻ പറയും. ഇപ്പോൾ ഉസ്കയിലുള്ള സർവനാം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏതോ ഒന്നാണ് ഉസ്കയ്ക്കകത്ത് വരുന്ന സർവനാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രത്യേകം കൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് പറയാം. സോറി, പരസർഗ് കൂടെ പഠിച്ചതിന് ശേഷം നമുക്കത് പറയാം. ഓക്കെ, അപ്പൊ പരസർഗ് നെക്സ്റ്റ് വൺ നോക്കട്ടെ. അടുത്ത സ്ലൈഡ്. പോട്ടെ. പരസർഗ് നോക്കിക്കാണോ. ഓക്കെ സാർ, പരസർഗ് കിടക്കട്ടെ. ഓക്കെ, പരസർഗ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതണം സാർ എന്ന് പറയുന്നവരോട് എന്നാ പിടിച്ചു. ക്ലിയർ ക്വസ്റ്റ്യൻ. പരസർഗ്. ഓക്കെ, പരസർഗ് പ്രപ്പോസിഷൻ എന്നൊക്കെ നമ്മൾ പറയും. പ്രപ്പോസിഷൻ. ഓക്കെ, പ്രപ്പോസിഷൻ്റെ അകത്ത് വരുന്നതാണ് മെയിൻ സാധനമാണ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കാ, കീ, കെ ഇങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, ഇനിയുണ്ട് കോ, മേം, പിന്നെ വരുന്നതാണ് പർ, പിന്നെ വരുന്നതാണ് സേ, പിന്നെ തക്, നേ, കേലിയെ. ഓക്കെ, എല്ലാവർക്കും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ എഴുതിയത് പരസർഗിനെ പറ്റിയിട്ടാണ്. ഓക്കെ, കാ, കി, കെ. ഇനി ഇവന്മാരൊക്കെ മലയാളത്തിൽ വരുമ്പോൾ എങ്ങനെ വരും എന്നറിയാമോ? നമുക്ക് അവസാനത്തിൽ നിന്ന് തുടങ്ങാം. കേലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി. ഓക്കെ, കേലി എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ടി. ഓക്കെ, അടുത്തത് നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥം നമുക്ക് എടുത്ത് പറയാനില്ല. പക്ഷേ ഇത് എന്താ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്നെ മുജ്സെ एक പെൻ ചുരാലിയ. ഉസ്നെ മുജ്സെ एक പെൻ ചുരാലിയ. ഓക്കെ, അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പേന എടുത്തു മാറ്റി. അതിൻ്റെ അകത്തെ നേ ആണ് അവിടുത്തെ പരസർഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് അർത്ഥം നമുക്ക് പറയാനില്ല. പക്ഷെ കേലിയെ എന്നുള്ള സാധനം അതിനു വേണ്ടി, ഇതിനു വേണ്ടി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ സംഭവമാണ്. ഓക്കെ, കേലിയെ വേണ്ടി ചേർത്ത് വന്നു കഴിഞ്ഞാൽ വരും. പക്ഷെ നെയ്ക്ക് എന്തില്ല, പ്രത്യേകിച്ച് അർത്ഥമായിട്ട് വരുന്നില്ല. പിന്നെ തക്ക്, വരെ. പിന്നെ വരുന്നതാണ് സേ, വഹാസേ, യഹാസേ, പെഹലെ സേ, ഇങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടല്ലോ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സേ വരുന്നതാണ് അവിടെ മുതൽ, വഹാസേ അവിടെ നിന്ന്. ഓക്കെ, നിന്ന് എന്നൊക്കെ പറയുന്നതാണ്. അവിടെ മുതൽ ഇവിടം വരെ. വഹാസേ ഇതർ സേ ഇതർ തക്, വഹാസേ ഇതർ തക്, അവിടെ മുതൽ ഇവിടം വരെ എന്നൊക്കെയുള്ള സാധനമാണ് ആ സേ, മുതൽ എന്നുള്ള സാധനമൊക്കെ വരുന്നത്. ഓക്കെ, നിന്ന്, പിന്നെ അത് കൊണ്ട് എന്നുള്ള സാധനം, കൊണ്ട് എന്നൊക്കെയുള്ള സാധനം വരുന്നത് ഇതിൻ്റെ അകത്താണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് പർ, മുകളിൽ. അത് കഴിഞ്ഞിട്ട് വരുന്നത് മേം. മേമിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, പിന്നെ വരുന്നത് കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക്, പിന്നെ അവന്, പിന്നെ അവിടെ എന്ന് പറയുന്നൊക്കെ സാധനങ്ങളുണ്ടല്ലോ. ഇക്ക്, ന്, ഏ ഇതെല്ലാം വരുന്നത് കോയ്ക്കകത്തായിരിക്കും വരിക. കോ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ പരസർഗ്. അപ്പം ഹിന്ദിയിൽ ഈ പറഞ്ഞ പോലെ സർവനാമും പരസർഗും പഠിച്ചാൽ മാത്രമേ നമുക്കൊരു സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സെന്റൻസിന്റെ അകത്ത് അത് കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ ഈ പരസർഗും സർവനാമും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി കാ, കി, കെ ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അവന്റെ എന്നുള്ളതാണ് ഹിന്ദിയിലെ പരസർഗ്. അത് കാ എന്നാണ് ഹിന്ദിയിൽ പറയുക. പിന്നെ കീ എന്നുള്ളത് അവിടെ. ഓക്കെ, ഇവിടെ എന്നുള്ള സാധനമാണ്. പിന്നെ കെ എന്നുള്ളത് ഉള്ള. ഓക്കെ, ഉള്ള, അവിടെ നിന്നുള്ള എന്നുള്ളതിനെയൊക്കെ നമ്മൾ കെ എന്നാണ് പറഞ്ഞത്, കെ എന്നാണ് പറയുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഹിന്ദിയിൽ പരസർഗിന്റെയും സർവനാമിന്റെയും കാര്യത്തിൽ പഠിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതിൻ്റെ അകത്തെ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണ്. അപ്പൊ നിങ്ങളോട് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇസ്സെ, ഇതിൻ്റെ അകത്തെ പരസർഗും സർവനാമും എന്താണ്? പരസർഗും സർവനാമും എന്താണ്? അപ്പൊ നമുക്കറിയാം ഇസ്സേന്റെ അകത്തെ ഈ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. നമുക്ക് ഇത് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടതാണ്
ഊ വരുമ്പോൾ വാ വരും, ഈ വരുമ്പോൾ യാ വരും, സാ വരുമ്പോൾ ഹാ വരും. ഇസ് ഹ ഹ ഹ സാർ അത് ഹേ 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 എന്നല്ല, ഹ ഹ ഹ. ഓക്കെ, ഇസേ എന്നുള്ള സാധനത്തിന്റെ അകത്തെ സർവനാമും പരസർഗും എഴുതാൻ പറയും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ ഈ വരുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയേ, ഈ വരുമ്പോൾ ആരാ വരേണ്ടത്? യായാണ് വരേണ്ടത്. ഓക്കെ, സാ വരുമ്പോൾ ആരാ വരേണ്ടത്? ഹായാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ മൂന്നാമത് നിൽക്കുന്ന ആള് നമുക്ക് അവിടെ ആവശ്യമില്ല. പ്ലസ് യഹ് പ്ലസ് സേ എന്നാണ് വരുന്നത്. ഓക്കെ, യഹ് പ്ലസ് സേ. സേ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ കെ എന്നാണ് വരിക. സേ എന്ന് വന്നു കഴിഞ്ഞാൽ ആര് വരും? അവിടെ കെ എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനെ പിരിച്ചെഴുതിയ സമയത്ത് രണ്ട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. യഹ് പ്ലസ് കെ ആണല്ലോ. ഇവിടുത്തെ യഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യവൻ, എവിടെ എന്നുള്ള ഒരു മീനിങ് വരുന്ന കേട്ടോ. നോക്കിയേ, യഹ് യവൻ, ഇവർ, ഇത് എന്നൊക്കെ ഒരു മീനിങ് വരുന്ന. അപ്പൊ ഇവിടെ നോക്കുമ്പോ യഹ് എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത്? സർവനാം. ഓക്കെ, ഇത് സർവനാമാണ്. സർവനാം ഇതെന്തായിരിക്കും? അപ്പം പ്ലസ് കിടക്കുന്ന കെ എന്തായിരിക്കും പിള്ളേരെ? ഇവിടെ നോക്കിക്കേ, സർവനാമിന്റെ അവിടെ നോക്കിക്കേ, പരസർഗിന്റെ അവിടെ നോക്കിക്കേ, പരസർഗിന്റെ അകത്ത് കിടക്കുന്ന കെ, ഉള്ള എന്നുള്ള സാധനം എവിടെ വരുന്നേ? പരസർഗിന്റെ അകത്താണ് വരുന്നത്. അപ്പൊ രണ്ടാമത് കിടക്കുന്ന ആളായിരിക്കും എന്ത്? പരസർഗ്. സർഗ്. ഓക്കെ സാർ, അത് ക്ലിയർ ആവുന്നില്ല സാർ, ഒന്നുകൂടെ എഴുതാം സാർ. കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല എല്ലാം എഴുതാം. ഓക്കെ, പരസർഗ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോ വേറൊരു എക്സാമ്പിൾ ഒന്നുകൂടെ പറയട്ടെ. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ഈ 5 മിനിറ്റ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇസ്സേ ഇതല്ല ഇപ്പൊ ചെയ്തത് ആണോ സാർ? ഇസ്സേ മാറ്റാം, ഉസ്സേ. ഓക്കെ, ഉസ്സേ എടുത്തു. ഓക്കെ, ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ഊഹിക്കാൻ? നമ്മൾ മുമ്പേ ഒരു കോഡ് പഠിച്ചായിരുന്നു. ഈ വന്നു കഴിഞ്ഞാൽ യാ വരും. ഓ സാർ, ഈ വന്നു കഴിഞ്ഞാൽ യാ വരും. ഓക്കെ, ഊ വന്നു കഴിഞ്ഞാൽ വാ, ഊ വന്നു കഴിഞ്ഞാൽ ക്ലിയർ അല്ല സാർ അതാ. ഓക്കെ, ഊ വന്നു കഴിഞ്ഞാൽ വാ വരും, പിന്നെ സാ വന്നു കഴിഞ്ഞാൽ ഹാ വരും. ഈ മൂന്ന് സാധനം ഈ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതാ. ഊ വന്നു കഴിഞ്ഞാൽ വാ വരും, ഫാ ഫസ്റ്റ് എഴുതി. ഓക്കെ, പിന്നെ സാ വന്നു കഴിഞ്ഞാൽ ആര് വരും? ഹാ വരും. കറക്റ്റ് അല്ലേ? ഊ വഹ്. ഓക്കെ, അപ്പൊ വഹ് എന്നുള്ള ഒരു സർവനാമാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. വഹ് എന്നുള്ളൊരു സർവനാമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പ്ലസ് സേ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പരസർഗ ആര് വരും? കെ എന്ന് വരും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ. ഇൻപർ ആണ്ടടാ കിടക്കുന്ന ഞാന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും സാർ? അപ്പൊ ഈ നോക്കിക്കേ, ഈ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ എന്ന് പറഞ്ഞ എന്താ? യായാണ്. അപ്പൊ ആലോചിച്ചോണം മക്കളെ, സെക്കൻഡ് ലെറ്റർ ഞാ വരുവാണെങ്കിൽ എഴുതിയേക്കുന്ന ആദ്യത്തെ ലെറ്ററിന്റെ മേളിൽ ഒരു വര കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇൻപർ എന്ന് പറയുമ്പോൾ എ ആണ് അവിടുത്തെ സർവനാം. ഓക്കെ, ഇനി പരസർഗ് ഏത് വരും? അവസാനം കിടക്കുന്ന പറയാണ് അവിടുത്തെ പരസർഗ്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നാളത്തെ ഗ്രാമർ എക്സാമിന് നിങ്ങൾ ഫുൾ മാർക്ക്, ഹിന്ദിയുടെ ഗ്രാമർ സൈഡ് നിങ്ങൾ എന്ത് ചെയ്തു? ഫുൾ മാർക്ക് വാങ്ങിച്ചു. ഓക്കെ, ക്ലിയർ ആണോ? ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്തായിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ.